ഇശലൊത്താനമ്പൂവും ചേനക്കൊന്നോളെ. അങ്ങനെ ഗായ്സ് മാനും ഞാനും ബെറ്റ് വെച്ചിരിക്കുകയാണ്. മാൻ പറഞ്ഞ ഈ ഇട്ട തുണി കുപ്പായിട്ടാണ്ട് ഇതീ കണ്ട് ചാടാന്ന് പറഞ്ഞു. ചാടിയാല് 3000 ഈ ഡ്രസ് അയച്ചാൽ ഈ ചാടിയ 3000 കൊടുക്കാക്കണം. എങ്ങനെ വീഡിയോ കഴിഞ്ഞിട്ടല്ലേ. പിന്നെ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാല് ഫുള്ള് പുല്ല് നിറഞ്ഞിരിക്കണം ഇപ്പൊ തൊടികയിൽ. ജിമ്മ ഗൈസ് ചിഞ്ചു പർദ്ദട്ട് കണ്ട ജിമ്മിന് പോകാ. ഉമ്രക്കൊക്കെ പോണ വരെ പോവെന്ത് അങ്ങനെ guys how are you? ഫൈൻ കിട്ടിയോ? സീറ്റ് ബെൽറ്റഡ് ആയിട്ട് എവിടെ ടിഷ്യൂ ബേബി? കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയോ? കുട്ടികൾ പോയി. ജിബ്രാൻ ഇന്നലെ അങ്ങോട്ട് പോയി തറവാട്ടിക്കോ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഗൈസ് ഇന്ന് രാവിലെ തന്നെ നോക്കാണ് നിങ്ങള് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് മഴക്കാർ മൂടെ കാലാവസ്ഥ ഉറക്കം വരുന്നിട്ട് തന്നെ. ഞാൻ എന്നിട്ട് ഉറക്കിച്ചു കേട്ടോ. ഞാൻ ടീച്ചർക്കാടെ പാലെടുത്തപ്പോ ഞാൻ കടന്നു ഉറങ്ങി. നോമ്പുണ്ട് എനിക്ക് എന്നാ കിടക്കണേ കിടന്നോ? പണിയൊന്നും ഒരുങ്ങിട്ടില്ല. കുട്ടിക്കാനെ പൊട്ടിച്ച മഴ തുള്ളിയിടുന്നുണ്ട് അല്ലേ. അവിടെ നനക്കണ്ട അല്ലേ ഗൈസ്. നോക്കി നല്ല മഴക്കാറട്ടോ. ചെടികളൊക്കെ ഇങ്ങനെ തളർത്ത് വരുന്നു ഞങ്ങളെ. തൈകളൊക്കെ നോക്കാണ്. നമ്മൾ ഒരു തൈ എന്തായിട്ടില്ല, ഉണങ്ങിയ പാടൊന്നും ആയിട്ടില്ല അല്ലേ. അത് വേര് പൊട്ടിയിട്ടാണ്. അത് പിന്നെ ശരിയായില്ലേ, പത്ത് കിളിർത്ത് വന്നില്ലേ. ആ ഗൈസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഴ കൊള്ളാൻ പാടില്ല എന്ന് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞിരിക്കണല്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നിൽക്കട്ടെ, ജടകൊണ്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ നമ്മളെ ബ്ലോഗ് തുടങ്ങുന്നത് രാവിലെ തന്നെ ഒരു എത്രയൊക്കെ ഒരു 10 മണി ആയിക്കൂല്ലേ? 10-11 മണി ആയേക്കും. ഞാൻ ഇപ്പൊ പീടിയിലൊക്കെ പോയി ചെറുക്കന്മാരത്തൊക്കെ പോയി കുറച്ചു നേരം ഇരുന്ന് ഇങ്ങനെ വരികയാണ്. കാരണം അപ്പോഴാണ് ഈ മഴഞ്ചൻ കാലാവസ്ഥ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഞാൻ മഴ വരാൻ വേണ്ടി ഞാനും കുഞ്ഞോളും കാത്തിരുന്നു അല്ലേ. ക്യാമറ ഓണാക്കി. ഇഷു ബേബി ഉറങ്ങിക്ക്. ഇഷു ബേബിക്ക് പനിക്കുണ്ടോ? ചെറിയൊരു ചൂടുണ്ട്. മരുന്ന് കഴിഞ്ഞോ? ആ ചീട്ട് കളഞ്ഞിട്ടില്ലല്ലോ ജി? നാളെ ഡോക്ടർ എഴുതി തന്നെ മരുന്ന് കഴിഞ്ഞിട്ട് ഇനി ആ മരുന്ന് ഇങ്ങനെ കൊടുക്കാനാ. 5 ദിവസം കൊടുക്കാനാണ് പറഞ്ഞത് മരുന്ന്. മാറണില്ലെങ്കിൽ എന്താ മാറണില്ലെങ്കിൽ ഡോക്ടറെ വീണ്ടും പോയി കാണിക്ക. എന്നിട്ട് കുട്ടിക്ക് ആവി പിടിക്കുക. ആവി പിടിച്ചാലേ ആ കഫം പോരുള്ളൂ. ശരിക്കും ആവി പിടിക്കണമൊക്കെ. മറ്റേതോളം ആ കഫം പോരുന്നില്ല. അങ്ങനത്തെ ആവി കൊണ്ടുപോയിട്ടൊന്ന് ആവി പിടിപ്പിക്കല്ലേ. നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിയാ മതി. നെബുലൈസേഷന്റെ ആ മെഷീൻ ഉണ്ടല്ലോ, നമുക്ക് തന്നെ ഇവിടുന്ന് തന്നെ ആവി പിടിച്ചാൽ മതി. അവിടേക്ക് പോണ്ട. ഇത് കിട്ടും, ക്ലിയർ കിട്ടും. അസുഖം മരുന്നും വാങ്ങിയാൽ മതി, അസ്താലിന്റെ കുപ്പി വാങ്ങിയാൽ മതി. അപ്പൊ ഗൈസ് അങ്ങനെ ഞാനും കുഞ്ഞോളും പുറത്തുള്ള മഴ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. എന്താണ് ഈ ഒരു അവസരത്തിൽ കുഞ്ഞോക്ക് പറയാനുള്ളത്? കുഞ്ഞോളെ ഈ മഴ കാണുമ്പോ എനിക്ക് എന്നോട് ആ പ്രണയം, പഴയ ആ ഒരു പ്രണയം പൂത്തുലയുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണ്ട. കാറിനൊക്കെ കോല നോക്കി കഴുകി അങ്ങോട്ട് ഇടാൻ പറ്റൂല. ആ പൈപ്പും കൂടെ വണ്ടി കയറ്റാൻ. അങ്ങോട്ട് ഇടുന്ന മോശമാണ് റോഡല്ലേ. ഇവിടെ നമുക്ക് കറക്റ്റ് അല്ലേ. മഴെങ്കിലും കൊള്ളട്ടേന്നാ. കേൾക്കാന്റെ പ്രശ്നം തീരുവോ? ഞാനല്ല നിങ്ങള്. അന്റെ പ്രശ്നം തീരുവോന്ന് വെച്ചേ. എന്ത് പ്രശ്നം? കേൾക്കാന് ഇപ്പൊക്കെ എന്തിഞ്ഞോട് ഓരോ പ്രശ്നം അല്ലേ? അല്ലേ
പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും ലോകത്ത്? അങ്ങനത്തെ പെണ്ണുങ്ങളാരൊക്കെ ഉണ്ട്. എല്ലാവർക്കും പ്രശ്നം. നമ്മക്ക് കിട്ടിയത് പ്രശ്നമല്ല പെണ്ണുങ്ങളായി. പ്രശ്നമില്ലാത്ത എത്ര പെണ്ണുങ്ങളുണ്ട്. നമ്മക്ക് കിട്ടിയ പ്രശ്നമുള്ള ഐറ്റങ്ങളൊക്കെ കെട്ടിപ്പോയി. അതാണ് അതുകൊണ്ട് ഓൽക്കൊന്നും പ്രശ്നക്കാരും അടുത്തില് നോക്കിക്കൊണ്ടിരിക്കും. അടുത്തില് സെറ്റ് ആക്കേണ്ടി വരും. പ്രശ്നമില്ലാതെ ചോദിച്ചുമ്പോ അത് പറഞ്ഞു ചോദിച്ചോണ്ട് പ്രശ്നം ഉണ്ടാക്കും ചോദിച്ചോണ്ട്. ആദ്യം മഴ പോയും ചെയ്തു ഇത്ര പെട്ടെന്ന്. എങ്ങനെ പോകാതൊക്കെ മഴ അന്റെ കണ്ണും മോറുമല്ലേ കണ്ട് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ മറ്റേ ആകാശത്തല്ല തെളിച്ചായിട്ട് നടക്കുകയിനി. ഇവിടെ വന്ന് ഇവിടെ മൂന്ത കണ്ട് മഴ പോണ അതാ പോണെങ്കിലും. അങ്ങനെ ഗായ്സ് നമ്മളെ പെരയിലേ വെറുതെ ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേനേ ഏതെങ്കിലും വണ്ടിക്കാർ പെരന് മുന്നിൽ വരും. പ്രത്യേകിച്ച് ഈ രണ്ട് ചങ്ങായിമാർ ഇവര് ഗൾഫ് നിർത്തി പോന്നാണ്, ഗൾഫിൽ നിന്ന് ലീവിന് വന്നാണ്. അപ്പം ഇവരുടെ അടുത്ത് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പണിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓൽക്ക് ഇതേമാതിരി എന്നാൽ നമ്മളൊക്കെ വിളിച്ചും. അപ്പം നമ്മൾ ഇതുപോലെ ഫുള്ളോലെ ചിലവഴിക്കാൻ എവിടെ നമ്മളെ കൊണ്ട് ചിലവാക്കിച്ചാൽ നമ്മളെ പൈസക്കാണ് ഇപ്പോൾ ഒരു ഗൾഫിൽ നിന്ന് വന്ന ഈ ലീവ് 6 മാസം ഓല് ഇതാക്കണേ. ആ രണ്ടാൾക്കാരൊന്ന് കണ്ടോളിട്ടോ. മുന്നിലിപ്പോൾ മെയിൻ ഉണ്ടാവും അല്ലേ നേതാവ്? മയമാക്കിയ വില വിളിച്ചല് എന്തോരം മയമാക്ക കളിച്ചണേ? മുന്നിക്കാണ് പോഞ്ഞായിരുന്നു അല്ലേ? അല്ല മാനെ എന്താണ് എങ്ങോട്ടാണ് ഇപ്പൊ പോണേ? പാണ്ടിക്കാട് കുഞ്ഞാന്റെ അടുത്തേക്കാ? എനിക്കിതില് പറയാനുള്ള എന്താ വെച്ചാലേ മോന്റെ കുഞ്ഞാൻ ഫാനാണ്. എന്റെ വണ്ടി കണ്ടോ, കണ്ണാടി, ചീർപ്പ്, എവിടെ ലിഫ്റ്റിക്ക്, എവിടെ പൗഡർ, എവിടെ പൗഡർ ഒരാളിന്റെ വണ്ടി. അപ്പൊ ഇതെന്താണ് അത് കാണിച്ചിട്ടുണ്ടാവനെ? അത് സീനാണ് അത് കാണിച്ചാല്. അല്ല അൻസിപ്പേ എന്താണ് പബ്ലിക് ആക്കാൻ പറ്റില്ലപ്പോ തിരിയും അല്ലാത്തവർക്ക് അനക്കിട്ട് ബാക്കിൽ കിട്ടി. അനക്ക് ബാക്കിലുള്ള ഛർദ്ദിച്ചാൻ വരൂലേ? ആ നിങ്ങളെ എന്തതിന്റെ ബാക്ക് നോക്കാതെ ദത്തടാത് ഞാനില്ല. ഞാൻ മല്ലു ട്രാവലറാണ് അറിയാം. ആൾട്ടോല് പോവല്ലേ മാന്റെ ഒപ്പം ഫോർച്യൂണറിലൊക്കെ നടക്കണേ. ഇത് എന്താ കൂറ്റെടുക്കാൻ പറഞ്ഞതാണ് ഇങ്ങോട്ട് ഈ ചീർപ്പേ. ഈ ചീർപ്പ് ചെടുക്കൊണ്ടിട്ട് അവസ്ഥ പെണ്ണുങ്ങൾ വരെ വണ്ടിയിൽ ഇപ്പൊ കൊണ്ടെടുക്കണില്ല. അല്ലെങ്കിൽ മാനെ കാരണം കണ്ണാടിന്റെ ആവശ്യമില്ല, കാരണം കണ്ണാടി ഓൾറെഡി വണ്ടിയിലുണ്ടല്ലോ. ഇതിപ്പോ അത് ഇതിപ്പോ രാവിലെ ലിഫ്റ്റിക്ക് ഇങ്ങനെയുള്ള എല്ലാ സാധനവും വണ്ടിയിൽ ഞാൻ എടുത്തു. അപ്പൊ കൂട്ടിന് എന്തിനാണ് വന്നപ്പോ ക്യാമറ അങ്ങോട്ട് തിരിച്ചപ്പോ ഏറ്റെടുക്കാൻ വേണ്ടല്ലോ. എനിക്ക് എന്തിനാ ലിഫ്റ്റും അതിന്റെ ആവശ്യം എനിക്കില്ല. പക്ഷെ എന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു. എല്ലാം ഏറ്റെടുക്കാൻ നമ്മൾ തന്നെ ഉണ്ടല്ലോ. മോനെന്താ വെച്ചാൽ ഇന്നലെ അപ്പൊ അത് ലിഫ്റ്റ് കിട്ടാ പിന്നെ കണ്ണാടി മാന്റെ വണ്ടിയിലാ കൊണ്ടടക്കണ ഏറ്റവും കൂടുതൽ ഉപയോഗം വരല് കൂറ്റിനാണ് അല്ലേ? നടക്കോ എനിക്ക് ഏതെങ്കിലും സ്കൂളിന്റെ മുന്നിലെത്തി ഓനക്ക് അവിടുത്താണ് ഓന്റെ മുഖം നോക്കണം. ഞാൻ സ്കൂളിന്റെ മുമ്പ് കണ്ണാടി നോക്കും. നിങ്ങള് ബാർ കയറിന് മുമ്പ് നോക്കും. ആ അത് മാർക്കാരുമ്പോ ബാർ കയറിന് മുമ്പ് നോക്കും. അതൊക്കെ കള്ളുടിയന്മാരാണ്. നമ്മളൊക്കെ കള്ളുടിയന്മാരല്ലേ? കുടിച്ചോലോ പേരും കൂടിയല്ലേ? ചില സമയത്ത് സത്യങ്ങൾ നുണയായി മാറുന്ന അറിയില്ല. മറ്റേ ഇതിലുണ്ടല്ലോ റൺവേല് അങ്ങനെ പിടിച്ചോ കുഴപ്പമില്ല. കൂറ്റന്റെ അവസാനം പിടിച്ച് മോൻ അതൊക്കെ കുറച്ചിലേക്കാണ്. ചെരിഞ്ഞിക്കണേ അപ്പൊ അങ്ങനെ തന്നെ വരും. അങ്ങനെ പിടിച്ചാൽ കുഴപ്പമില്ല. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നീലക്കുളം കാണാൻ വന്നതേനി. നമ്മളെ ചെറുകോട് താടി വളവില്ലേ, കുഴപ്പമില്ല കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളാണ്. ഇല്ലേ സെറ്റപ്പല്ലേ? എത്ര 270? അങ്ങനെ 270?
എന്നാ അത് പിടിച്ചാ എന്തേലും പറയുമ്പോളേ ഇതെങ്ങനെ വെക്കണ്ടേ? വലിയ ബിലാലൊക്കെ ഉണ്ട് കേട്ടോ. ബിലാല് വെള്ളത്തിക്ക് ചാടിയാലേ ബലാലേ കയറട്ടെ, ഞാനിപ്പൊ തന്നെ പറഞ്ഞുതരാം. അതിന് മറ്റോ ഉള്ളിലിടാത്തത് അതിന്റെ നെതല് കണ്ടാണാവോ? ഓനോ ആ നല്ല മടക്കി കുത്തിയിട്ട് അതിന്റെ വക്കത്തന്നെ നിൽക്കുമ്പോഴേ അടിക്ക് അതിന്റെ നെതല് കണ്ടാന്നറിയില്ലേ? കൂശന്റെ തലന്റെ ഉള്ളു കണ്ടിട്ട് ഇവിടുന്ന് ഒതുക്കി വെള്ളത്തിലെ തെളിച്ച നോക്കി ഗൈസ്. മന ചാടില്ല നമ്മള് ചാടാൻ പൂതിയൊക്കെ കണ്ടറാ. മറ്റേ ആ ചേച്ചി എന്താ പറഞ്ഞത്? ഇപ്പൊ ചാടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും പറഞ്ഞത്? അബീബ് ഉണ്ടാവുന്നോ? അമീബ ഉണ്ടാവും. അബീബ് അല്ല, സോറി, മസ്തിഷ്ക ജ്വരാണ്. മസ്തിഷ്ക അമീബ ഉണ്ടാവും പറഞ്ഞത്. ചേച്ചിക്ക് പേടിയാണ്. അതായത് കുളിച്ചപ്പോ അമീബ മൂക്ക് കയറിയാറല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗായ്സ് ഇവിടുത്തെ കാഴ്ചകള്. സംഗതി വേറെ ലെവലാട്ടോ, വൈബാണ് അല്ലേ? വൈബ് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നോളിട്ട് അങ്ങോട്ട് ബിലാലിന്റെ കുട്ടികളെ ക്യാമറ എടുത്താ ഇവിടെ വാ. അന്നെ കൂടെ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാകട്ടെ. അപ്പൊ ശരിക്കുള്ള മീൻ തന്നെയാണ് കണ്ട്. ഫോണുമ്മേ വിറക്കണ ആസിഫേ. അങ്ങനെ നോക്കാജ്. ഇത് ചെയ്യാത്ത പണി പറഞ്ഞത് കൂലിപ്പണിയാണല്ലേ. നോക്കാം. ഒന്നുകൂടി വക്കത്തേക്കുന്ന ഒന്നുകൂടി വക്കത്തേക്കുന്ന അതാ അല്ല വക്കത്ത് അത് കണ്ടച്ച്. മറ്റേ മിന്നാജ് പറഞ്ഞമാർക്ക് കീരിയും കുട്ടികളും തലയിട്ടുണ്ട്. വീഡിയോ എടുക്കാനേ ഒക്കെ. അങ്ങനെ ഞങ്ങളെ കുളത്ത് ചാടാൻ വേണ്ടി, കുളത്ത് ചാടാനല്ലേ കുളം കാണാൻ വേണ്ടിട്ട് വന്നാണ്. 4 ആക്കില്ല വെള്ളം ഉണ്ട് കേട്ടോ അവിടെ. ജോനക്ക് ഇതുമ്പോ കുളത്തി വെച്ചാൽ മതി. എന്താ അറിയോ, മറ്റേ സോപ്പളം മറ്റേ ഇടിച്ചണ മാരിക്കാരം. സോപ്പളത്തിന്റെ മൈക്കല്ലെങ്കിൽ ഒരു ഫോൺ ഉണ്ടാവും റെക്കോർഡ് ചെയ്യണത്. അപ്പോ എന്താ പറ, ഇതിമൊന്നൊക്കെ ചാടിയാ മതില്ലേ? എനിക്കോ? ഞാനല്ലടാ നിങ്ങളെയൊക്കെ ഉസ്താദ്. നിങ്ങളൊക്കെ വണ്ടിമ പഠിപ്പിച്ചതും നീന്തക്കം പഠിപ്പിച്ചതൊക്കെ ഞാൻ തന്നെയല്ലേ. ഞാൻ നാട്ടുകാരെ കുട്ടികളെ മൊത്തം പഠിപ്പിച്ചാന്നും പറഞ്ഞു. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ചോദിച്ചാല്. കീരിയും കുട്ടികളോ? കീരിയും കുട്ടിയായി കീരിയും കുട്ടികളും തലട്ടൊക്കെ. അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മളെ ഇന്നത്തെ കുളി നനയും കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, കുളിച്ചാനായിട്ട് പോകുന്നതാണ്. വെളിച്ചെണ്ണ എടുത്തില്ലടാ തലയിതാക്കാം. തലയിൽ വെളിച്ചെണ്ണൊക്കെ തേച്ച് സോപ്പൊക്കെ ചന്ദ്രിക സോപ്പൊക്കെ തേച്ച് ഫിഷറിന്റെ ചെരുപ്പൊക്കെ വരച്ച് നന്നാക്കി വെളുപ്പിച്ച് മടമ്പൊക്കെ കാണ്ടൊക്കെ അങ്ങനെ ഒരക്കലുണ്ടല്ലോ പണ്ട് എനിക്ക് കുറവല്ലേ. അതിന് പറ്റിയ കോള. അതെ, എന്നായിക്കോട്ടെ ഗൈസ്. ഈ ആല് കണ്ടങ്ങള് ഇതാണ് പേരാല്, ചൈത്താനാല് പേരാല്. ഇത് മാനടിച്ചാണ്ടാണ് കള്ളിയാൻ കട്ട നീലിനെ കൊതുക്കിയത്. അങ്ങനെ ഗായ്സ് മാനും ഞാനും ബെറ്റ് വെച്ചിരിക്കുകയാണ്. മാൻ പറഞ്ഞ ഈ ഇട്ട തുണി കുപ്പായിട്ടാണ്ട് ഇതീ കണ്ട് ചാടാന്ന് പറഞ്ഞു. ചാടിയാല് 3000 ഈ ഡ്രസ് അയച്ചാതെ ഈ ചാടിയ 3000 കൊടുക്കാണ്. പൈസ അത് മുതലുണ്ടോ, മസ്തിഷ്ക അമീബ ഉണ്ടോ, അമീബിക് ജ്വരം ഉണ്ടോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. വെള്ളത്തിക്കടി ചാടിക്കോട്ടോ. മാൻ പൊന്തിയ സ്ഥലത്തല്ലോ പൊന്തി ഫുള്ളായിട്ട് കോളിട്ടുണ്ട്. അല്ല ഞാൻ ഈ കുളത്ത് ചാടാപ്പ ഇതിനായി മാത്രം ധൈര്യം ഒന്നും വേണ്ടാന്ന് എനിക്കറിയാം. പക്ഷെ അതല്ല ഈ കുളത്ത് ചാടാനായി മാത്രം ധൈര്യം വേണമെന്നില്ല മാനെ. പക്ഷെ ഞാൻ എന്താ കരുതി അനക്കിന്ന് പരിപാടി ഉള്ളതാണ്. അനക്ക് ജിന്ന് മറ്റേ പെങ്ങളെ കുടിരിക്കലിന് പോവുകയാണ്. ആ ധൈര്യത്തിലാണ് ഇജ് ചാടൂലെന്ന് കരുതി. എന്തുകൊണ്ടാ അറിയോ, ഇജവിടെ പെങ്ങളെ കുടിരിക്കലുള്ള ആളാണ്. 3000 കിട്ടുന്നിടത്ത് എന്ത് പെങ്ങളെ കുടിരിക്കല്? അതുകൊണ്ട് എന്തായി കുടിരിക്കലിന് ഇപ്പൊ അല്ലേ കസേര കൊടുക്കാൻ മാനെ പറഞ്ഞോ. എന്നാ ഇപ്പൊ ഒരു ഭയങ്കര അതിർപ്പയക്കണില്ലേ, ധൈര്യം ഒന്നും വേണ്ട മാനെ.
ഇപ്പൊ ഇഞ്ച ധൈര്യം പരീക്ഷിച്ച ആളാണ്. ധൈര്യം ഉണ്ടോ, എത്രത്തോളം ധൈര്യം ഉണ്ടോ, പഴയ ധൈര്യം ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ പരീക്ഷിച്ച ഈ കുളത്തിലെത്തിനപ്പോ ധൈര്യം ഈ ചാടടാ. അല്ല ധൈര്യം വേണം, ധൈര്യം വേണം. അല്ല കണക്കൂട്ടലിൽ നീന്താൻ അറിയില്ലാന്നാണ്. ഞാനൊരു കാര്യം പറയട്ടെ, എത്ര തന്നത് 3000 500 ജസ്റ്റർ വെച്ച 3500 സഫീറ എനിക്ക് തരും. ആണാണെങ്കിൽ ചാടണം. നീന്തൽ അറിയില്ല. ഇത് കഴിച്ചത് തൊട്ടിട്ടുണ്ടാവില്ല. അനക്കറിയാം ട്രൗസർ ഒക്കെ ഇട്ടു. അനക്കറിയാം എനിക്ക് നീന്തൽ അറിയില്ല. എന്നുവെച്ചാ ചാട് 3500 പോകും എന്റെ. അങ്ങനെ പോകുകയാണെങ്കിൽ പോട്ടറ എന്നാക്കായി ഓനടുത്ത് കൊടുത്ത എനിക്ക് 500 പോകുള്ളൂ. 3 തന്നതും ഇനിയിപ്പോ ചാടാണ് 500 പോകുക. അത്രേ ഉള്ളൂ. എന്നാ കായ് കൊടുക്കും ഓനടുത്ത് കൊടുക്ക്. അത് നോക്കാം. കായ് കൊടുക്ക് വേണ്ട. വെള്ളം കുടിച്ച് ചാകാനായ വരെ ഇങ്ങോട്ടോ തിരിച്ച് ഇങ്ങോട്ടോക്ക്. വെള്ളം കുടിച്ച് ചാകാനായ വരെ ഞങ്ങളൊന്നോട്ടൊക്കെ പണ്ട് ഇപ്പം കിണറ്റ് ചാടിയ താറാവിനെ എന്താണ് പന്തല് നമ്മള് പന്ത് കളിച്ചുമ്പോ കിണറ്റ് ചാടിയപ്പോഴേ അന്ന് എന്നെ രക്ഷിക്കൂന്നറിയാം. അന്ന് ഓന് കുറച്ച് ശുദ്ധ മലയാളം പറയുന്ന ടീമാണ്. അന്ന് വന്ന ടൈമാണ്. നമ്മളെ മലപ്പുറത്തേക്ക് എത്തുന്നതിന്റെ മുമ്പില്ല. അന്ന് എങ്ങനെ അറിയാം എന്നെ രക്ഷിക്കൂ പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ഇവനെ എങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊന്തിച്ചിട്ടോ. അപ്പൊ മറ്റേ താറാവ് ചത്ത് ചീഞ്ഞ കൊടലും മാലയും കൊണ്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഓർമ്മ ഉണ്ടോ? എടാ എനക്ക് 2ാം ജന്മം തരുന്ന ആളാരാണ്? പറടാ ഇതില് പറടാ. അത് ഞാൻ ഓർക്ക് പന്ത്രക്കാൻ വേണ്ടി ചാടിയതാ. അത് ഈ ചങ്ങായി ഇതുപോലെ എനക്ക് പുനർജന്മം തരാൻ ഞാൻ ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. ആയിക്കോട്ടെ. കായ് കൊടുക്ക്. കായോട് കൊടുക്ക്. 3500 ആ 3000 തന്ന 3000 തന്ന 3000 ഓൾറെഡി 3000 2000 3000 ഓക്കെ. ഇത് 3000 ഉണ്ട് കണ്ടില്ലേ? സാക്ഷിയോടെ ഞാൻ 500 കൂട്ടിയാണ്ട് 500 വെച്ചാ ഇതാണ്. എനിക്കിപ്പോ പോകുകയാണെങ്കിൽ 500 പോവുള്ളൂ. 3 എനിക്ക് വെറുതെ കിട്ടിയതാ. എന്റെ ആസിഫിന്റെ എനിക്ക് ബെന വിശ്വാസമുള്ളൂ. ബെനച്ച് വിശ്വാസമല്ല. ഓൻ്റെ അടുത്ത് കൊടുത്താൽ മതി. കുടിച്ചോ. ആണാണ് പോകുകയാണെങ്കിൽ പോട്ടേന്ന്. മഹലിലേക്ക് വിവരം കൊടുക്കണോ? അല്ലേ മഹലിലേക്ക് വിവരം കൊടുക്കണോ വെച്ചാ അല്ല ഫാൻ്റെ തുണി വെച്ചാൽ അല്പം ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അതാണ് അറിയാത്തൊരു കുട്ടിയാണ്. മഞ്ഞക്കാടാണ്. എല്ലാലൊക്കെ ചെല്ലിക്കോ. വെള്ളം കുടിച്ച് നരമ്പ് കിടക്കണ്ട അവസാന സക്രാത്ത്. പിന്നെ തോടിന്റെ മനസ്സ് കൊളാണെന്നുള്ളൂ. പിന്നെ ഇടക ചെല്ലാലൊക്കെ ചെല്ലി പറഞ്ഞ് പോയിക്കോ ട്ടോ. ഞങ്ങൾ ഇങ്ങനെ വേട്ടക്കാ ഓനെ രക്ഷിക്കൂലല്ലേ നമ്മള്. അളയാ നീന്താൻ അറിയില്ലട്ടോ. ഒരു മിനിറ്റ് 500 പോയല്ലോ മാനെ. കാലടിച്ച് നീന്താൻ പറ്റൂല. അതല്ല വേറൊന്നുണ്ട്. ഇജ്ജ് ഡ്രസ്സൊക്കെ അയച്ചിട്ടാ ചാടിക്കണം. അതുകൊണ്ട് 500 കൊടുക്കണ്ട മാനെ. അതുകൊണ്ട് ബറാബറായി പൈസ കൊടുക്കണ്ട. ഡ്രസ് ഇട്ട് ചാടിയിട്ടില്ലല്ലോ. ഈ മത്സരം കഴിഞ്ഞാൽ അടുത്ത മത്സരം ഉണ്ടായിരിക്കുന്നതല്ല. മത്സരം പറഞ്ഞ മാതിരിക്കേ മാനെ 500 ആ ചെറുക്കനെ ഈ ഡ്രസ്സിൽ ഇങ്ങോട്ട് ചാടിച്ചും ചെയ്തു. കുപ്പായ ഇടിച്ച് കണ്ടല്ലോ എന്നെ കൊണ്ട് ചാടാൻ പറഞ്ഞത്. ഒരു നിക്കലുമില്ല. അത് കുഴപ്പമില്ല. പൈസ അല്ല ചൂട്ടിയില്ല ആകെ ഇറക്കണേ പേടിച്ചിട്ട്. അല്ലല്ല ഡ്രസ് ഇട്ടിട്ട് ചാടാനാ പറയണ എന്നോട്. ഇതിലൊരു 500 കളിയില്ല മാനെ. പൈസ പറയാ ഒന്നുകൂടാതെ ചാടാൻ ഞാൻ പറഞ്ഞു. എന്നോട് ഞാൻ ഡ്രസ് ഇട്ടിട്ട് ചാടാനാ പറഞ്ഞത്. ഇനിയിപ്പൊ ചാടാലോ ഞാന്. ഇനിയിപ്പൊ ആസിഫ് ഇങ്ങനെ പൈസ ആൻസിഫ് മോനിക്കത്
പള്ളി പറഞ്ഞാ മതി. ഈ ഇട്ടാമ്പട്ടി കുളത്തിലേ സകല കലാവല്ലോ പള്ളിയിൽ പോയിട്ട് പറയാം. എന്നാലും കായില്ല, പൈസ അല്ല. തിളക്കത്തിൽ പറയണ ആയം നോക്കി വരണോ? ജഗത്തിനൊന്നും ഓടുന്ന മാതിരി ഇശലൊത്താനമ്പൂവും ചേനക്കൊന്നോളെ ഈനായ ഞങ്ങളുടെ പെൺകുട്ടിയാണേ, ഞങ്ങളുടെ പെൺകുട്ടി ഈനായാണ്. അല്ല നായ വടി വേണ്ട, വടി കൊണ്ടില്ല കളി വേണ്ട, ഇങ്ങോട്ട് വേണ്ട, അവിടെ കുത്തിയാണ്ട് ഓട്ടേക്ക്. എന്ത് ആരാ ചോദിച്ചേ തന്നെ? നമ്മള് പെൺകുട്ടിയല്ലേ ചോദിക്കണ്ടോ? ജോ തൊള്ള കുട്ടിക്ക ഇജ് പെൺകുട്ടിയല്ലേ ചോദിക്കണ്ടോ? അങ്ങനെ ഗായ്സ് കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ്. ഞാൻ മാന്തോളും ചോറൊക്കെ ആയിട്ട് തിന്നല് പൊരിച്ച മാന്തളായിട്ടാണത്. ഇല്ലട്ടോ മീനോ തിന്നണില്ലേ? ഇനായക്കും കൊടുക്ക ചോറ്. കിനായ്ക്ക് ചോറ് വേണ്ടോക്കി ഇതുവരെ ചോറ് വേണ്ടായിരുന്നു ഉത്രക്ക് വീഡിയോ അതന്നല്ലേ നമ്മളെ ഐഡിയ. കുട്ടികളെ കൊടുക്കണ്ട, ഇജ്ജ് കൊടുക്കണ്ടാന്ന്. ഇങ്ങളാരും കൊടുക്കല്ല, അവിടെയും തുടങ്ങി കച്ചറട്ട് ഗൈസ്. കുഞ്ഞോക്ക് ഏറടിച്ചാണ്ടല്ലോ നിങ്ങളൊക്കെ വേണ്ട. കുട്ടി കൊടുക്കണ്ട, കുട്ടിക്ക് നിങ്ങൾ ആരും കൊടുക്കണ്ട കേട്ടോ. മാണ്ടാന്ന് പറഞ്ഞോ, അത് നിങ്ങളിപ്പൊ അത്ര കൊടുത്താൽ നാളെ നിങ്ങളെ കയ്യിലാറെ കുറച്ച് കൂടുതൽ കൊടുക്കും, മറ്റന്നാ അതിലാറെ കൊടുക്കും. കുട്ടിനെ അണ്ണാക്ക് കൊടുക്കും. എന്തായി എന്തായി കുട്ടി ബുക്കാരനെ അന്റെ ഒക്കെ നോളത്തരത്തിന് അന്നി നോക്കണം. ഉമ്മച്ചി ആകെ ഒരു ഉമ്മച്ചിയല്ലേ ഉള്ളൂ നിങ്ങക്ക്. അല്ല ഇത്തന്നെ നോമ്പ് നോറ്റുകാണ്ടാണേ നിക്കണേ. ആ ബോധം ഉണ്ടായിക്കോണ്ടേ. ആർക്കും തന്തക്കൂല്ല മക്കൾക്കില്ല. ഇപ്പൊ നല്ല പറഞ്ഞാലും പ്രശ്ന, ഇവിടെ നല്ല പറഞ്ഞാലും കൊഴപ്പതാ. അതിനനുസരിച്ച് നിക്കണില്ലല്ലോ. വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യം. അപ്പൊ അങ്ങനെയെങ്കിലും ഞാൻ ജനങ്ങളെ ഇടയിലെങ്കിലും ഞാൻ ജനങ്ങളെ ഇടയിൽ നല്ലതാകണ്ടല്ലോ. കുടിച്ചോ അല്ലേ? എങ്ങനെ വീഡിയോ കഴിഞ്ഞിട്ടല്ലേ? കഴിഞ്ഞിട്ടല്ലേ? എന്താ തന്നെ ടിഷുമ പറയട്ടെ. ഇപ്പച്ചിന്റെ അടുത്ത് സത്യസന്ധത ഉണ്ടല്ലോ. ആണുങ്ങളെ ഭയങ്കര കാര്യമാണ്. പൊതുവെ പെൺകുട്ടിയൊക്കെ അങ്ങനെയാണല്ലോ. ആണുങ്ങളോട് ഭയങ്കര ഒരു ഇതാക്കാൻ. ഇപ്പൊ അന്ന് കല്യാണത്തിന്റെ അന്ന് നൗഷാദ് എടുത്തെന്നും ഒക്കെ കുഞ്ഞാൻ പാടിക്കാട് എടുത്തപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനനുസരിച്ച് ഇവിടെ ഒരു ആണുണ്ട്, അതതിനത്തോടും കൂടിയില്ല, ഇടുക്കും കൂടിയില്ല. ഞാൻ വരുത്തരില്ല. ഇവിടെ ഇരിക്കിഞ്ച അടുത്ത് മീനും തരാം. ഇവിടെ ഞാനെന്താ അയച്ചങ്ങൾ എടുത്ത് സീറ്റിംഗ് ആക്കിയാലേ പിന്നെ എപ്പോഴും എടുക്കേണ്ടി വരും. ഭാര്യ പോകും. അങ്ങനെ ഇപ്പൊ ഞാനോട് കൈ കഴിഞ്ഞാലോ, നമ്മളതിന് കൊണ്ടിറക്കണം പറഞ്ഞ ഞാനോട് കൈ കഴിഞ്ഞാലോ അന്റെ ചെറുക്ക് ഞാനാണ് കൈ കഴിയും. അതെന്തേ? വാപ്പാക്കും ഉമ്മാക്കും തുല്യ ഇതാണ്. അങ്ങനെയല്ലല്ലോ ചിലക്കല്. നിങ്ങളോട് അങ്ങനെ പറയണ എന്തുകൊണ്ടെങ്കിൽ നോക്കാത്തോണ്ട് ഹെഡുത്തിയാണ്ട് ചോറ് ഇതിരിപ്പൊ കൊടുത്തില്ല. എന്താണ് ടീഷ? പിന്നെ ആരാടാ കണ്ടോ വെറുതെ കുട്ടി അങ്ങോട്ട് കാട്ടിക്കച്ചി. അങ്ങനെ പറയല്ലേ, കൂടി കേക്കാനുള്ളൂ. ചോറ് എടുത്ത് കാണ്ടേ ഇതായിക്ക ഫ്രീ ആയിക്ക. കുട്ടിനെ പിടിച്ചാ വാടാ ഗൈസ്. അപ്പൊ നമ്മളെ ക്യാമറമാൻ സോനു വേദിയിൽ എത്തിയിട്ടുണ്ട്. എടി ആ മൈക്ക് ഉരിയാണ്ടേ എന്നിട്ട് കാട്ടിക്ക. എന്താ പറയുക മറ്റേ ചിലപ്പോ ഞാൻ അവിടെ വർത്താനം പറയുമ്പോ കയ്യിൽ പോട്ടില്ല. ടിഷുമാനൊന്ന് കാണിച്ചു കൊടുത്താടാ. ടിഷുമാനെ എന്താടാ ഡയലോഗ് അടിച്ചേ?
അപ്പൊ ഗൈസ് നമ്മളെ ചെടികളൊക്കെ ഏകദേശം നനഞ്ഞും കൊണ്ട് ഇപ്പൊ 2 ദിവസം മഴ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലല്ലേ സോനു? പിന്നെ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാല് ഫുള്ള് പുല്ല് നിറഞ്ഞിരിക്കണം ഇപ്പോ തൊടികയിൽ. തൊടി എന്നാ ഞങ്ങൾ പറയാ, നിങ്ങളവിടെയൊക്കെ തൊടു എന്നല്ലേ പറയാ. ഇജ്ജ് ക്യാമറയ്ക്ക് നോക്കണല്ലേ സോനു? ഇറങ്ങി ഇജ്ജ് പൂണാലും കുഴപ്പമില്ല, ക്യാമറമാനോ പൊക്കണം എന്നാ വെള്ളത്തൊക്കെ ചാടണേ. ആ ഇത് പോരണോ? ഇതിലെങ്ങനെ പോന്നാണ് ഈ കുട്ടി പേരിയാ? എന്നാ ഇതിലെ വാ, കമ്പിമേ ചവിട്ടല്ലേ? ആ ചെരുപ്പുണ്ടല്ലോ അല്ലേ? കുട്ടി ഇങ്ങോട്ട് പോര്. അപ്പേ ഇനി കുട്ടിയാക്കില്ല പണി എന്താ വെച്ചാൽ ഈ പുല്ലൊക്കെ പറിച്ചിടണം. ഇബ്രാനെ ഈ പുല്ലുകളൊക്കെ പറിച്ചിടണം, അതാണ് നിങ്ങളെ പണി. എന്തേ പറഞ്ഞ കേൾക്കുക തന്നെ? അവിടെ വന്ന് മൈക്കച്ച വർത്താനം പറയണം കേട്ടോ. മൈക്കത്ത് എന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ നോണ പറഞ്ഞു പാഞ്ഞാല് പൊട്ടിച്ചുട്ടു ഞാന് മൈക്കും കൊണ്ട് പാഞ്ഞാല്. ഓക്കെ ഇതിന് നമ്മളെ ഈ പേരക്കൊക്കെ അവൻ കൈ വിട്ടു പോകുമോ? അവൻ കൈ വിട്ടു പോണ ഇറക്കനാ. പുളിച്ചുമ്മ കയറ്റി ബുഗിച്ചേനെ, കുട്ടികളൊക്കെ പുളിച്ചുമ്മ കയറ്റിയാണ് ബുഗിച്ച റോട്ടിൽ. ഇവിടെ നമ്മൾ കുഴിച്ചിട്ടിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി കുഴി എടുത്തിന് ഇതിങ്ങനെ നീളത്തില്. അപ്പൊ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഫില്ലാക്കിയിട്ട് കുഴി ഒഴിവാക്കുകയാണ്. അഥവാ കമ്പി മറ്റേ ഇതുണ്ടല്ലോ, കമ്പി അത് കുത്താല് ദോഷം കയറുമാൻ അതിന് ആ പുല്ലൊക്കെ പറിച്ചെടുക്കണ്ടേ. സെറ്റാക്കാം. നിങ്ങളെ ഡ്യൂട്ടി എന്താ പറയുക, നിങ്ങൾ ഈ പുല്ലുകളൊക്കെ പറിച്ചോ. കയ്യോ നമുക്ക് കയ്യോ ഇപ്പഴാ മൈക്കോ ബ്രൂവിൻ്റെ അടുത്ത് മൈക്ക് കയ്യിൽ പിടിച്ചാൽ മതി. നക്കരുത് കേട്ടോ, പൊട്ടിച്ചൊക്കെ മേത്തൊട്ടിച്ചണ്ട, കയ്യിൽ പിടിച്ചാൽ മതി. വർത്താനം പറയുന്നവർക്ക് വെച്ചോട്ടാൽ മതി. ഓക്കെ? ആ കൈ ഒട്ടിച്ചണ്ടെന്ന് പറഞ്ഞ പിന്നെ അത് ഒട്ടിച്ചാണല്ലോ അവന്, അത് കൈമ ഒട്ടിച്ച് വെച്ചാൽ മതി. ആ എന്തെങ്കിലുമൊക്കെ ഇജ്ജ് ക്യാമറ ഓഫ് ആക്കിയേക്ക, ഇജ്ജയിൽ ഇടപെടണ്ട, വീഡിയോ എടുത്താൽ മതി. ഇനി വർത്താനം പറയുന്നവർക്കൊക്കെ ഇങ്ങനെ വെച്ചെടുക്കും. ഓക്കെ? അതെന്താ ഇവിടെ പറിച്ചിട്ട് എന്താ എനിക്ക് ഇതൊക്കെ ഇതൊക്കെ ആ അത്ര പണിയുള്ളൂ, ഒക്കെ പറിച്ചിടലാണ് നിങ്ങളെ പണി. ആ ജിബ്രാൻ എന്താ പറയണ വെച്ചോക്ക. എന്താണ്? കൈ കൊടുക്കണ്ട, കൈ കൊടുക്കണ്ട പറഞ്ഞാ മതി. വെറുതെ എന്തെങ്കിലും ആ പോയിക്കോ, ഇവിടെ നിക്കണ്ട. ഇനായ ഇവിടെ എന്നാ ഇനായൊക്കെ എന്താ പറയാനുള്ളത് ചോദിച്ചോക്കെ. ഇബ്രാഹിമ ബ്ലോഗർ ഇബ്രു ആണ് തഞ്ഞു കുറച്ചു നേരം സ്റ്റേഡിയത്തില്. അതാ പറയാല്ലേ ഇനായ? ഇനായ എന്താ എനിക്ക് പറയാനുള്ളത് പറഞ്ഞോ? എന്തും പറയാല്ലേ ഇനായ? നിങ്ങളൊക്കെ ചോറ് തിന്നിട്ടാ പോന്നെ, ഞാൻ പോന്നപ്പോ എനിക്ക് പിന്നാലെ പോന്നത്. എന്തൊരു ബ്ലോഗറാ ചെങ്ങ, എനക്കൊന്നും പറയാല്ലേ. ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും. അതൊന്നും നെക്കരുത് കേട്ടോ ഒരു സ്വിച്ച് മേലോ. എങ്ങോട്ടാണ് ഇബ്രാഹിം? അതൊന്നും പറിച്ചണ്ട, ഇജ്ജ് പറിച്ച നിങ്ങൾ പുല്ല് പറിച്ചണ്ട കേട്ടോ. നിങ്ങളൊക്കെ പോന്നാണി തുടിച്ചാ ബ്ലോഗറെ കുഞ്ഞാപ്പുവോ? ബ്ലോഗർ കുഞ്ഞാമ്പാണ്ടിക്കാടാണ് പോ. ആരുമല്ല, ഞാൻ എന്റെ പേരിൽ തന്നെ പറഞ്ഞു. എന്റെ പേരെന്നെ പറഞ്ഞാ മതി നിങ്ങള്. അതെ കേട്ടോ. എന്ത് ഇനായി ബൂണില്ലേ? എന്താണ് ഈ സമയത്ത് പറയാല്ലോ ചോദിച്ചോക്കടാ. ബൂണ സ്ഥിതിക്ക് എന്താ പറയാനുള്ളത് ചോദിച്ചോക്ക. എന്താണ് എന്തൊക്കെയാ പറയണ മനസ്സിലാണില്ല. ടിഷക്കൊന്നും പറയാല്ല.
ടിഷക്കൊക്കെ ഇജ്ജൊക്കെ പറയണ്ടല്ലോ പള്ളർച്ചി അത് മതി അവള് പറഞ്ഞു. ആ വള്ളിമ്മ കുളത്തിനെ നോയിക്കട്ടോ മക്കളെ. എവിടെ വേണ്ട 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 ഇജ്ജൊക്കെ എൻ്റെ തടി നോക്കിയാൽ മതി കേട്ടോ. അങ്ങോട്ട് കയറിപ്പോടെ വേഗം കയറിപ്പോ. ഇതൊക്കെ ഷൂ ഔത്തൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ? പുതിയ ഷൂ ഇട്ടിട്ടില്ലല്ലോ. ഷൂ കാണിച്ചു തരണേ, ഞങ്ങള് കണ്ടിക്കണേ, ഞങ്ങൾ തന്നെയല്ലേ എടുത്തന്ന് കേട്ടോ. ആർക്കിച്ച് കാണിച്ചു തരുന്നേ? ഇതിനകത്ത് കാണണ്ടല്ലോ എൻ്റെ ഷൂ കാണണം. ആ കണ്ടിക്കണുണ്ടാവൂലേ ഇബ്രാഹിമേ? അവിടെ കൊണ്ട് എന്നോട് ഒട്ടിച്ചിണ്ടെന്ന് പറഞ്ഞോ? ഓല് ഷൂ കാണിച്ചു കൊടുക്കണത് ഓലെടുത്ത് വോയിസ് ഇത് പിടിച്ചാ കേട്ടിട്ടില്ലേ ഉണ്ട്. അതിന് ഒട്ടിച്ചട മറ്റേ സാധനം അല്ലേ മാത്രം പോവില്ലേ? അങ്ങോട്ട് ഷൂവിന്റെ അടുത്തുണ്ട് അവന്റെ തൊള്ളന്റെ അടുത്തൊക്കെ. എനിക്കും അങ്ങനത്തെ ഷൂ വാങ്ങണുണ്ടായിരുന്നു, പക്ഷെ എന്റെ വലിപ്പത്തിലെ ഷൂവില്ല. അതുകൊണ്ടാണ് ഷൂ വാങ്ങി. സൈസ് വലിപ്പമാണ്, അതുകൊണ്ട് ഞാനിത് എടുത്തു. ഇടണ്ട റാഷിദ, ഇപ്പൊ ആ ഷൂ വെറുതെ ഇട്ടാണ് ചളിയാക്കാനാണ്. ആർക്കപ്പോലും കാണിച്ചു കൊടുക്കണ നോക്കി ഇനാക്കേ. ഇനായക്കന്നെ കുറവായിക്കണ. ഞാൻ അത്ര സംഭവമായോ ഇനായ? എന്റെ കുട്ടികൾ പറഞ്ഞു കേട്ട ചരിത്രണ്ട റാഷിദ. അതെല്ലാ പെരയില എല്ലാ പെരയിലും അങ്ങനെ തന്നെ അല്ലേ? സോനുവിനൊക്കെ തറവാട്ടിൽ തന്നെ വെച്ചു. ഓന് വാപ്പിയില്ല ഉമ്മയില്ല പ്രസ്ഥാനത്തിനും കൂടി അല്ലേ? ഇവിടെ നമ്മൾ ഒട്ടിയാക്കി ജെങ്കിലും ഇല്ലേ? എന്താണ് എന്താണ് കുഞ്ഞോളെന്തോ പറയണ്ടേ സീരിയസ് ആയിട്ട്? എന്താണ് കൊണ്ടുപോയി വെക്ക് പറയാം. ഇനി ഷൂ പറഞ്ഞാൽ അടിയാക്കാരവിടെന്ന് ഇജത്തിൽ നിന്ന് തോന്നാറുണ്ട്. എനിക്ക് നെട്ടിച്ചല് മാത്രല്ലേ ഉള്ളൂ. നിങ്ങളല്ലേ വാങ്ങിക്കൊടുക്കണേ. ഓ ചളിയാക്കാൻ പറ്റൂല. അതെ ഏതാപ്പോ എന്റെ ഡയലോഗൊക്കെ. ഇബ്രാഹിം ഈ ചെരുപ്പിട്ടാണ്ട് ഈ ഔത്ത് കൂടെ അങ്ങനെ ചവിട്ടാൻ എനിക്ക് തീരെ അന്തല്ല. മെച്ചിന്റെ അടുത്ത് കുട്ടിനെ കൊടുക്കേ, കുട്ടിനെ മെച്ചിന്റെ അടുത്ത് കൊടുക്കേ. പുറത്തു പോവാ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല എന്താ എന്റെ പരിപാടി? എടുത്താ അയക്ക അന്നോടല്ലല്ലോ പറഞ്ഞത്. ഓനോട് പറയാത്ത കാര്യം ചെയ്യണില്ലേ? ഇനായ പോകുക പോകുക എന്ത് ഇപ്പൊ തന്നെ പോണത്? എപ്പഴാ ചിഞ്ചു വന്നേ? ജിമ്മ ഗൈസ് ചിഞ്ചു പർദ്ദട്ട് കണ്ട ജിമ്മിന് പോവുക. ഉമ്രക്കൊക്കെ പോണ വരെ പോവെന്ത് അവിടെ എത്തിയിട്ട് ട്രൗസറും കുപ്പായോ? ലേഡീസ് ജിമ്മല്ലേ? അന്യപുരുഷന്മാരൊന്നും ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ ഇറങ്ങിയിട്ടല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ തറവാട്ടിന്ന് പുറത്താക്കും ഞങ്ങള് അല്ലേ? അതിനായ അന്യ സ്ത്രീകളൊക്കെ പറഞ്ഞാല് ഒരു രസാണ് നിങ്ങള്. ഗസ് വെക്ക് നിങ്ങൾ കുറച്ച് രസം കൊടുത്താണ്. ആ മൂന്നൊന്ന് കാണട്ടെ. എന്തെങ്കിലും എനിക്ക് വേണം പറഞ്ഞാൽ അത് നോക്കും വേണം അല്ലേ? ഞാനും ജിമ്മിനോട് ഞാനും പഠിച്ചാൻ പോകാൻ എല്ലാത്തിനും ഓള് പോകുകയാണ് അല്ലേ? എന്നാലും ഞാൻ ഇത് തെറ്റിയപ്പോൾ അറിയണേ ഇനി ഞാൻ പഠിച്ചാൻ പോവും, എനിക്ക് ശമ്പളം വേണം, ഞാൻ അങ്ങനെ ആക്കും, കുട്ടിനെ ഞാൻ നോക്കൂല, ചോറുണ്ടാക്കൂല, പകരം ചപ്പാത്തിയും മീൻകറിയും. ജിമ്മിന് പോകുമ്പോ അതാ തിന്നേ. എന്ത് ചെയ്യാ? അടുത്തല്ലോ ഓൾറെഡി പഠിച്ചാൻ വരാൻ പറഞ്ഞു. എവിടെ പഠിച്ചാന്? എന്ത് പഠിച്ചാന്? DDM ആരാല്? ഡിപ്ലോമ ഇൻ ഡെന്റൽ മെക്കാനിക്. അതിന്റെ ഒരു ആദ്യമോളെ പല്ലൊന്ന് തേച്ച് ശരിയാക്കാം. ഇത് പല്ലാണ് ശരിയാക്കാലോ. എന്നാലും അങ്ങനെ
ഇതാദ്യം കുട്ടികളെ എങ്ങനെ നന്നായി വളർത്താന്നുള്ള കോഴ്സിൽ പഠിച്ചു. ഞാൻ തോറ്റു. അതിനൊക്കെ എടുത്തിട്ട് കാര്യമില്ല. അതെന്താ? എന്ത്? അതല്ല, ഓള് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പഠിച്ചു. അതേപോലെ ജിബ്രാനൊക്കെ ജിബ്രാനും ഇനായൊക്കെ മൂലൊക്കെ പോയി ഉമ്മച്ച് കളിച്ചിട്ടുണ്ട്. എവിടുന്ന കിട്ടിയത് ജിബ്രാനോട്? എടാ ജിബ്രാനെ, എവിടെ നിങ്ങൾ ഈ ഉമ്മച്ച് കളിച്ചിന കളി എവിടെ നിങ്ങൾ പഠിച്ചത്? ആരങ്ങനെ കാട്ടല്? അജു പിന്നെ ആരൊക്കെ? ഇനായല്ലേ? ഞാൻ കളി ഉമ്മച്ചാണ്ടില് കളി വേണ്ട കേട്ടോ. എന്ത് എന്ത് ആനോട് ആരും ഉമ്മക്കല്? ആരാ? ഇനായനെ? ആരെ? ആരാണ് ഞാൻ ഉമ്മക്കല്? ഉമ്മച്ചിനെ പിന്നെ ഉമ്മ കൊടുക്കണ്ടേ? എടി ഞാൻ ഉമ്മ തരണ്ട എനിക്ക്? വേണ്ട. കുട്ടികളെ ഭാഗത്താണെങ്കിൽ ആന്റി അതാണ് ഭൂരിപക്ഷം. അതാണ് തള്ളിന് കൈയിടല്ലേ ടീഷ? പിന്നെ അതിലെന്നെ ചെള്ള് പറിച്ചെടുത്തിട്ടെ നമ്മളെ മൾബറി. അപ്പൊ ഗൈസ്, നമ്മളെ മൾബറി ഒക്കെ ആണ് ഈ കുട്ടികളെ ഫുള്ള് ചെള്ള് പറിച്ചിന്. എന്റെ കുടുംബക്കാരെ മൾബറിമാരാത്. നിങ്ങൾ ചെള്ള് പറിച്ചെടുത്ത് മൂത്തത് മാത്രം പറിച്ചാൽ മതി. ജി സലാമിന്റെ ഇറക്കനല്ലടാ, മൂത്ത മാത്രം പറിച്ചാൽ മതി കേട്ടോ. നാളെയും പറിച്ച് തിന്നണ്ടേ നമുക്ക്? കാണിച്ചു തരണ്ട്. അത് ഗൈസ്, ഞാൻ അച്ഛക്കാനോർക്ക് ചായ അടിച്ചാൽ പോയപ്പോണ്ട് കുട്ടികൾ ഫുള്ള് മൾബറി പറിച്ചത്. അതൊക്കെ എൻ്റെ കുടുംബക്കാരതാണത്. എൻ്റെ കുഞ്ഞാമാൻ്റെ മൾബറിമാരാത് അല്ലേ? ഇത് സലാമിൻ്റെ കുട്ടിയല്ലേ? വലുതല്ലേ? ഒരുത്തേൻ്റെ മേലെ ഉണ്ട് കേട്ടോ. കണ്ടോ കൊരങ്ങ തിന്നണ തിന്നു. അതിമൊന്ന് മൂന്നി കുത്തി മുക്കണോ വയ്ക്കടി. ഇറങ്ങി പോന്നാ മതി. ഇവന് ഉറക്കൊന്നുമില്ല. ഓനക്ക് സ്കൂൾ മദ്രസ ഒന്നും ഇല്ലല്ലോ അതെഴുതിയാണ്ട് അപ്പൊ പോയി കടന്നുറങ്ങിക്കോളി കുട്ടി. ഇതൊക്കെ ഇവിടെ പരിപാടി എന്താ? ബല കുപ്പായിട്ടക്ക കുപ്പായോ? ബല ജിബ്രാന്റെ ഒക്കെ കുണ്ടേരിത്ത കാക്കുന്റെ നിക്കായിന് വാങ്ങിയ കുപ്പായാണ്. മുതലായില്ലേ? അതാണ് ജീൻസിന്റെ കുപ്പായത്തുള്ള മെച്ചം. കറ ഇതൊന്നും ആകാതെ കൊണ്ടെടുക്കുകയാണെങ്കിൽ സംഭവം സെറ്റാ. നിരച്ചാലും പ്രശ്നമില്ല, ജീൻസ് ആയതുകൊണ്ട്. മോഡലാക്കണായിരിക്കും. നിരച്ച മോഡലുണ്ടല്ലോ. ടിഷുമാ ഓളൊരു കൈ വായിലിടല്ലേ. തൊള്ളി കൈ ഉണ്ട്. ഒന്നെടുക്കുമ്പോ നമുക്ക് നാളെ ഒരു ആവി എടുക്കണ മെഷീൻ വാങ്ങണം കേട്ടോ. എന്നാ പിന്നെ എന്താ വെച്ചാൽ ആവി എടുക്കാനും തന്നെ വെറുതെ ഇതാവണ്ട, ഇടങ്ങാറുണ്ടാക്കണം. എന്നാ കഫം കുറേ പോന്നോളൂ. ആവി പിടിക്കുമ്പോ കുടിയിൽ നിന്ന് ആവി പിടിച്ചിങ്ങ ഞങ്ങളന്ന് കുടിക്കോയപ്പോഴേ എന്നിട്ട് മാറ്റണ്ടേ? അതിന് ഞങ്ങള് ഓൽക്ക് ആവി പിടിച്ചണം പറഞ്ഞു കുട്ടിക്ക് കാക്കൂന്റെ. കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞങ്ങൾ പോകുന്നില്ല. അവിടെ മെഷീൻ ഉണ്ടോ? ഒരു മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ വാടക കിട്ടുമല്ലോ, അങ്ങനെ കൊണ്ടുവന്നീനു. തന്നെ ടിഷുമ ആവി പിടിക്കണ്ടവള് മുഖം വെച്ചെടുക്കണ്ട. പക്ഷെ കരയണ നല്ലതാണ് ആവി പിടിക്കുമ്പോ. ഉള്ളിക്ക് നല്ലോണം പോകൂല. ഞങ്ങള് ശരിക്ക് കരയിപ്പിച്ചേരാട്ടോ. എടി ജിബ്രാനോട് ഇബ്രൊക്കെ കിടന്നുറങ്ങിയില്ലേ? കിടന്നു. ജിബ്രാനോട് പോയി കിടക്കാൻ പറഞ്ഞ. ഇബ്രു ഇന്ന് മദ്രസ പോയിട്ടില്ലേ? ഇന്ന് രാവിലെ വിളിച്ചിട്ടോ നീച്ചല്ല, നേരം വൈകി ഉറങ്ങിയിട്ട് ഇവിടെ പറന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ പോണില്ല എന്നാലും ഓന് ഉറങ്ങിക്കോട്ടെ, ഉറക്ക് 2 ദിവസം അതിൽ ഉറക്ക് ശരിയായിട്ട്. അപ്പൊ ഓനവിടെ കടന്നുറങ്ങി. എന്നിട്ട് ഓന് ഇന്നും നാളെയും ഞാൻ പോവില്ല കേട്ടോ മദ്രസക്ക് എന്ന് ഉറങ്ങാൻ പറഞ്ഞപ്പോഴേ മര്യാദക്ക് പോയി ഉറങ്ങിക്ക. വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ചു, നാളെ നീച്ചിട്ടില്ലെങ്കിൽ. ഉറങ്ങിയോ? ഉറക്കുണ്ട്, നല്ല ഉറക്കുണ്ട്. മറ്റവന് 8 മണിക്ക് കയറി കടന്നുറങ്ങിക്കണ് ഔദം. അതിന്റെ ഇടയിൽ ഒന്ന് 8:45 നീച്ച് 3 ഉരുള ചോറും തിന്ന് പിന്നെ പോയി. ഓന് 8 മണിക്ക് ഓന് ഇന്നോട് ദേഷ്യത്തിൽ അവിടെ കടന്നുറങ്ങിയതാണ്. ഇതിനെ വന്നാ ഇങ്ങനെ ഏറ്റ ഇവിടെ ഇങ്ങനെ പിടിച്ചോക്കാണെങ്കിൽ അത് ഭയങ്കര ഓന് ഡിസ്റ്റർബൻസ് ആണ്. ഓനക്ക് എടുക്കാൻ വയ്ക്കൂലല്ലോ മര്യാദക്ക്. സ്റ്റാൻഡേർഡ് ഫാമിലിയാണ്. ഇഞ്ഞ നോക്കണ്ട, വായിന്ന് കയ്യെടുത്തപ്പ ഇഞ്ഞൊരു നോട്ടം. ടിഷുമ വർത്താനം പറഞ്ഞ
വർത്താനം പറയലൊക്കെ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. ആ, 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 എന്തൊക്കെ കുളിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ തന്നെ. അങ്ങനെ ആക്കി കഴിഞ്ഞ പിന്നെ നിർത്താൻ പറ്റൂല കഴിയോ എന്നാ ഞാൻ ആക്കണ്ട നീ കൈയൊട്ടി കൊടുത്ത തപ്പൊട്ടിക്ക അപ്പടിക്കാ തപ്പൊട്ടിക്ക ആ അപ്പോട്ട് കുഞ്ഞി കൈയോട് കുഞ്ഞി ഇങ്ങനെ തപ്പൊട്ടി കൊടുക്കേ ജുബ്രു തപ്പൊട്ടി കാണിച്ചെടുത്തോക്കെ ആ സപ്പോർട്ടല്ല സപ്പോർട്ട്. അതിനിപ്പോ പറയണ മനസ്സിലാണ്ടോ സോനു പോയോ? ആ സോനു പോയി. ആ പാപ്പണ്ട് വിളിച്ചത് എന്താണ് എവിടെ വിളിച്ചുകൊണ്ട് അപ്പോൾ ഇറങ്ങിയായിരുന്നു അവളിപ്പോ ഇറങ്ങീന്. അപ്പം സുഷമാ ഒന്ന് എടുത്തോക്കാന്റെ മുഖം ഒന്ന് കണ്ടോട്ടെ മര്യാദ. മുഖൊന്ന് കാണട്ടെ. ആ ക്യാമറ നക്കല്ല കേട്ടോ. കണ്ടോക്കി ഇവിടെ വെച്ചോളാം കൈ എന്താ പറ്റി നോക്കാം നമുക്ക്. എടി ഞാനേ അങ്ങാടിയിൽ പോയിട്ടോ. ഇനി പോക്ക പെട്ടെന്ന് വരും. ഞാൻ ടൂറിന്റെ കാര്യം ഭക്ഷണം തീരുമാനിച്ചാൽ കഴിച്ചിക്കണോ? ഇല്ലേ എവിടുന്ന് കഴിച്ചിന് ഞാൻ ടീറ്റി വന്ന് പറഞ്ഞപ്പോ ഓല് വേറെ ആവശ്യത്തിന് വന്ന തിന്നോ പേര് നിങ്ങളെ നാട്ടിക്ക് വന്നതല്ലേ നിങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിരിക്കാൻ. അതിനപ്പുറത്തോട്ട് പോയില്ലോ. ഓലാകെ 10 വേറെ സ്ഥലത്തേക്ക് വന്ന. എന്നായിക്കോട്ടെ കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയുകയാണ്. മറ്റൊരു വ്ളോഗിൽ കാണുവാനായിരിക്കും. എല്ലാവർക്കും ഐ ലവ് യു. ടാറ്റ എടുത്ത സബ്സ്ക്രൈബേഴ്സിന് ഒരു ഉമ്മ കൊടുത്താ ഒരു ഉമ്മ കൊടുത്താ.